തുടർച്ചയായി 6 കളിയിൽ ബെഞ്ചിലിരുന്ന ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിൽ മിന്നിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ. ഇതിന് പിന്നാലെയാണ് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന T20 വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. വൈസ് ക്യാപ്റ്റനും ഫസ്റ്റ് ചോയ്സ് ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിനേക്കാൾ ഏറെ മുന്നിലാണ് താനെന്ന് തെളിയിക്കുന്നതായിരുന്നു സഞ്ജു സാംസണിന്റെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള അവസാന T20 മത്സരത്തിലെ പ്രകടനം. ഫോമില്ലായ്മ കാരണം ഗില്ലിന് T20 വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡിലും ഇടം ലഭിച്ചില്ല. ഇത് സഞ്ജുവിന്റെ ഓപ്പണിംഗിലെ സ്ഥാനം ഉറപ്പിക്കുമെങ്കിലും ഒരു തടസ്സം കൂടിയുണ്ട്. T20 വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള രണ്ടാം വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനാണ്. ജിതേഷ് ശർമ്മയ്ക്ക് പകരമാണ് ഓപ്പണിംഗ് ബാറ്ററായ ഇഷാൻ കിഷനെ ടീമിൽ എടുത്തിരിക്കുന്നത്. ഇഷാന്റെ ഈ തിരിച്ചുവരവ് കാരണം സഞ്ജുവിന് 8ന്റെ പണി കിട്ടിയേക്കും. കാരണം വേൾഡ് കപ്പിന് മുമ്പ് ഒരു T20 പരമ്പര കൂടി ഇന്ത്യ കളിക്കാനിരിക്കുകയാണ്. ജനുവരിയിൽ കരുത്തരായ ന്യൂസിലൻഡുമായിട്ടാണ് നാട്ടിൽ ഇന്ത്യ 5 T20കളുടെ പരമ്പരയിൽ ഇറങ്ങുക. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സൽ കൂടിയായിരിക്കും ഇത്. വേൾഡ് കപ്പിലെ അതേ സ്ക്വാഡിനെ തന്നെയാണ് ന്യൂസിലൻഡിനെതിരെയും ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നത്. കിവികൾക്കെതിരായ ഈ പരമ്പരയോടെയായിരിക്കും വേൾഡ് കപ്പിലെ അന്തിമ 11 കോച്ച് ഗൗതം ഗംഭീർ തീരുമാനിക്കുക. സഞ്ജുവിനെ സംബന്ധിച്ച് ഈ പരമ്പര വളരെ നിർണായകമായിരിക്കും. അഭിഷേക് ശർമ്മക്കൊപ്പം അദ്ദേഹം തന്നെയാവും ഓപ്പണിംഗിൽ ഇറങ്ങുക. മികച്ച ഇന്നിംഗ്സുകൾ തന്നെ കാഴ്ചവെക്കാൻ സഞ്ജു ശ്രമിക്കുകയും വേണം. കിവികൾക്കെതിരെ ആദ്യത്തെ 3 T20കളിലും അദ്ദേഹത്തിന് ബാറ്റിംഗിൽ കാര്യമായ സംഭാവനകൾ നൽകാനായില്ലെന്ന് കരുതുക. അങ്ങനെ വന്നാൽ പരമ്പരയിലെ ശേഷിച്ച 2 കളിയിൽ സഞ്ജുവിനെ മാറ്റി ഇഷാനെ ഓപ്പണിംഗിൽ പരീക്ഷിച്ചേക്കും. ഇവയിൽ അദ്ദേഹം മിന്നിച്ചാൽ T20 വേൾഡ് കപ്പിലും ഫസ്റ്റ് ചോയ്സ് കീപ്പറായി വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിലവിലെ സ്ക്വാഡിൽ സഞ്ജുവിന് പകരം ഓപ്പണിംഗിൽ കളിപ്പിക്കാൻ കഴിയുന്ന ഏക താരം ഇഷാനാണ്. ജിതേഷിന് ഇത് സാധിക്കില്ലെന്നതിനാൽ തന്നെയാണ് ഇഷാനെ ടീമിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനാൽ കിവികൾക്കെതിരായ പരമ്പര വേൾഡ് കപ്പിന്റെ പ്ലേയിങ് 11ലേക്കുള്ള ടിക്കറ്റായി തന്നെ സഞ്ജു സാംസൺ കണക്കാക്കണം. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും വേണം. 1-2 50+ സ്കോറുകൾ കുറിക്കാനായാൽ സഞ്ജുവിന് ഭയക്കാനില്ല. വേൾഡ് കപ്പ് 11ൽ അദ്ദേഹത്തിന് സ്ഥാനവും ഭദ്രമാക്കാം. സഞ്ജു സാംസണിന് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം.